അന്നയ്ക്ക് എനിക്ക് ഇന്നായിരുന്നു ഓണപരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഡ്രസ്സസ് ആണ് ഇതെല്ലാം. അന്ന പറഞ്ഞത് അന്നയ്ക്ക് മുണ്ടും കുർത്തയും അതാണ് അവൾ പറഞ്ഞത്. മുണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല, സ്കൂളിൽ സമ്മതിക്കുമോ അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. പക്ഷെ ട്രൈ ചെയ്ത് നോക്കാം. ഇൻ കേസ് മുണ്ട് അവർ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അകത്ത് നമ്മൾ കാർഗോ പാൻസ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവൾ തലയാഴ്ചയാണ് പറഞ്ഞത് മുണ്ട് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ക്ലാസ്സിൽ ബാക്കിയുള്ളവരൊക്കെ ഹാഫ് സാരി പിന്നെ സാരിയൊക്കെയാണ് ഉടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു വെറൈറ്റി വേണം, എനിക്ക് എന്തായാലും അത് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു മുണ്ടൊക്കെ മേടിച്ച് അത് വെൽക്രോ ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അവൾ അത് എടുത്തിട്ട് പോയി. സ്കൂളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവരും വലിയ കൊള്ളാലോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഈവൻ പ്രിൻസിപ്പൽ അച്ഛൻ പോലും വന്ന് കൈയൊക്കെ കൊടുത്തിട്ട് പോയെന്നാണ് പറഞ്ഞത്, കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അപ്പോൾ ആ പ്രശ്നം സോൾവ് ആയി. പിന്നെ ഉള്ളത് ആനിക്കുട്ടിക്ക് ഒരു തീം ഉണ്ടായിരുന്നു. അവളുടെ സ്കൂളിൽ അവൾക്ക് ഓണത്തിന് ഡാൻസ് പ്രോഗ്രാമിന് അവളുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു മാസമായിട്ട് പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവക്ക് തയ്ച്ചതിന്റെ ഡ്രസ്സിന്റെ ഒരു മിച്ചം വെച്ചിട്ടാണ് അന്നയ്ക്കും അതേ സെയിം പച്ചക്കളർ എല്ലാം സെറ്റ് ആക്കിയത് കേട്ടോ. അപ്പൊ ആനിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനി അതുവരെ ഓക്കെ ആയിരുന്നെങ്കിലും പരിപാടിയുടെ തലേന്നായപ്പോഴത്തേക്ക് അവൾക്ക് 102 ഡിഗ്രി പനിയായിരുന്നു. രാത്രി ഒന്നും അവള് ഒരു രക്ഷയില്ലായിരുന്നു. പനി ഇങ്ങനെ കൂടിയും കുറഞ്ഞും 100 താഴോട്ട് വരുന്നേ ഇല്ലായിരുന്നു. കാൽപോളൊക്കെ കൊടുത്തിട്ടും കുറയുന്നില്ലായിരുന്നു. അപ്പൊ രാവിലെ എണീറ്റപ്പോൾ ഞാൻ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കരയാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു വിധത്തില് ഞങ്ങൾ പറഞ്ഞു ഓക്കെ റെഡി ആയി നിൽക്കി, നമുക്ക് ആവതുണ്ടെങ്കിൽ പോവാം. അപ്പൊ അവള് ഉഷാറായി, പെട്ടെന്ന് പോയി പല്ലൊക്കെ തേച്ച് റെഡി ആയിട്ട് വന്ന് ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ പനിയൊക്കെ എവിടെയോ പോയത് കണക്കാണ് നമുക്ക് തോന്നിയത്. അവള് 97, 98 അങ്ങനെ മാറി തിരിഞ്ഞൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് 100 കയറുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ അങ്ങനെ ഒരു പോണം എന്ന് വാശി പിടിച്ച് അങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ, അതായത് അവളുടെ പ്രോഗ്രാമിന് മാത്രം കയറ്റി വെച്ച് ഇങ്ങനെ തിരിച്ചിറക്കി കൊണ്ട് വന്നു. ഇപ്പൊ ആള് കിടപ്പാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലൊക്കെ പോയി. ഇവക്കും പനി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ 100 മേലോട്ടേ പോകത്തുള്ളൂ, 100, 102, 103 അങ്ങനെ നിൽക്കും. അപ്പോൾ അതാണ് രണ്ടുപേരുടെയും ഓണപരിപാടികൾ.